ഹേ ഗൈസ്, ഇതെന്നെ എൻഗേജ്മെൻറ്റിൻ്റെ തലേ ദിവസം കേട്ടോ. നിങ്ങൾക്ക് എന്നെ കാണാൻ പറ്റുന്നതെന്ന് അറിയില്ല, രാവിലെ ആയിരുന്നു. അപ്പം ഞാൻ മെഹന്തിയുടെ ഒരു കുട്ടിയെ വിളിച്ചിട്ടുണ്ടായിരുന്നു, അനിയത്തിയുടെ ഫ്രണ്ടിനെ. അപ്പം അവളെ പിക്ക് ചെയ്യാൻ പുറത്തോട്ടിറങ്ങിയപ്പോൾ നല്ല മഴ, നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു എല്ലാവർക്കും. അടുത്ത ദിവസം മഴ കാണും, നമ്മൾ വീട്ടിൽ വെച്ച് നടത്തുന്നുണ്ടേ. അപ്പോൾ മെഹന്തിയുടെ ആ കുട്ടി വന്നു, മെഹന്തിയുടെ എനിക്ക് സ്റ്റാർട്ട് ചെയ്തു. ഞാൻ ഇത്രയും നേരം എങ്ങനെയാണ് ക്ഷമിച്ചിരുന്നതെന്ന് എനിക്കൊരു ഐഡിയ ഇല്ല. ആ കുട്ടി പെട്ടെന്ന് തന്നെ തീർത്ത് തന്നു കേട്ടോ. കാര്യം എന്ന് വെച്ചാൽ നമ്മൾ പെട്ടെന്നാണ് റിങ് എടുക്കാൻ പോകാൻ തീരുമാനിച്ചത്. കാരണം ചെക്കൻ ഇല്ലാത്ത നമ്മൾ റിങ് ഇടുന്നില്ല എന്ന് വിചാരിച്ചാണ്. പക്ഷെ പെട്ടെന്ന് തീരുമാനിച്ച് വേഗം പോയി ഒരു റിങ് എടുത്തു. ഇതെനിക്ക് ലൂസാണ്, പക്ഷെ നമ്മൾ അതൊക്കെ വെച്ച് ഇതങ്ങ് അഡ്ജസ്റ്റ് ചെയ്തു എന്ന് പറയാം. അതിനുശേഷം ചേച്ചിയും ചേട്ടനും അമ്മയും കൂടിയാണ് പോയത്. ആളുടെ ഫിയാൻസിയുടെ ചേച്ചിയുടെ ഹസ്ബൻഡും അമ്മയും ഉണ്ടായിരുന്നു. അപ്പോൾ അവർ ഡ്രസ്സൊക്കെ എടുക്കാൻ ട്രെൻഡ്സിൽ ഓഫർ നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ചേട്ടൻ പാൻറ്റൊക്കെ ഒന്ന് നോക്കാനായിട്ട് ഞങ്ങൾ ട്രെൻഡ്സിലേക്ക് കയറി. ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വ്ളോഗ് എടുത്തില്ല എന്നാണ്. എനിക്ക് ആകെ ഒരു ടെൻഷൻ പോലെ ആയിരുന്നു, എല്ലാം കൂടി ഇങ്ങനെ സമയത്ത് ഓടിക്കൊണ്ടിരിക്കുകയല്ലേ, അതിൻ്റെ ഒരു അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ പോയി പൂ വാങ്ങി കേട്ടോ, അടുത്ത ദിവസം മുല്ലപ്പൂ വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മുല്ലപ്പൂവും പിന്നെ അല്ലാതെ കുറച്ച് അമ്മയ്ക്ക് പൂജാമുറിയിലൊക്കെ ഇടാൻ വേണ്ടിയിട്ട് കുറച്ച് പൂവൊക്കെ വാങ്ങി. അമ്മ ഞങ്ങളെ വെയിറ്റ് ചെയ്ത് അവിടെ ഇരിക്കട്ടോ. അമ്മ അവിടെ ഇരുത്തിയിട്ടാണ് ഞങ്ങൾ അങ്ങോട്ടേക്ക് പോയത്. പിന്നെ നമുക്ക് റിങ്ങിൽ പേര് ചെയ്യിപ്പിക്കാനുണ്ടായിരുന്നു. നമ്മൾ മലബാറിൽ നിന്ന് തന്നെയായിരുന്നു കേട്ടോ റിങ് എടുത്തത്. അപ്പോൾ മുകളിൽ പോയിട്ട് ലേസർ ചെയ്തു, അല്ലാതെ ഇത് ചെയ്ത് കിട്ടത്തില്ല, 15 ദിവസമെങ്കിലും എടുക്കും. അങ്ങനെ ചേച്ചിയും ചേട്ടനും വരുന്നതിന് മുമ്പ് ഞാൻ അവിടെ പോയി നിന്നു കേട്ടോ. അങ്ങനെ അവരിങ്ങോട്ട് വന്നപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ പുറത്തേക്ക് ഇറങ്ങി. ചേട്ടൻ വണ്ടി എടുക്കാനായിട്ടും പോയി കേട്ടോ. അങ്ങനെ ഞാനും അമ്മയും കൂടെ പുറത്ത് നിന്നു. അങ്ങനെ ഇനി നേരെ ഞങ്ങൾ അടുത്ത ഷോപ്പിങ്ങിനായിട്ട് പോവുകയാണ്. കല്യാണിലല്ല, ജോളി സിൽക്സിൽ എന്തോ ആഡിസയിൽ കിടക്കണം. അപ്പം അങ്ങോട്ടേക്കൊന്ന് കയറാമെന്ന് വെച്ചാൽ അങ്ങോട്ടേക്ക് അവിടെ ചെന്നപ്പോൾ ഭയങ്കര തിരക്കാണ് കേട്ടോ, നല്ല തിരക്കായിരുന്നു. അങ്ങനെ ബെഡ്ഷീറ്റ് നോക്കി, അവിടെ നിൽക്കാൻ പോലും സ്ഥലമില്ലായിരുന്നു എന്ന് പറയാം, അത്രയും തിരക്കായിരുന്നു. 2-3 ബെഡ്ഷീറ്റൊക്കെ എടുത്ത്, ബില്ലിങ്ങിനും നിറയെ ആളുണ്ടായിരുന്നു. പിന്നെ 1-2 ഐറ്റംസ് എടുക്കുന്നവർക്ക് പെട്ടെന്ന് തന്നെ കിട്ടുന്നതുകൊണ്ട് ഞങ്ങൾ അങ്ങനെയൊക്കെ പറഞ്ഞ് ബില്ല് ചെയ്തൊക്കെ എടുത്തു. ചേച്ചി അമ്മയും കൂടെ തകർത്ത് ബെഡ്ഷീറ്റ് നോക്കുകയാണ്. ചേച്ചിയുടെ സെലക്ഷനാണ് നടക്കുന്നത്. പിന്നെ അമ്മ ബില്ല് ചെയ്ത് അത് വാങ്ങി. അപ്പോഴാണ് ചേച്ചി പറഞ്ഞത് അച്ഛൻ ഷർട്ട് എടുക്കാൻ പോകുന്നുണ്ട്, അപ്പോൾ ഇവിടുന്ന് തന്നെ നോക്കാമെന്ന് വെച്ചിട്ട് ഞങ്ങൾ ഷർട്ടിൻ്റെ സെക്ഷൻ പോയിട്ട് ഷർട്ട് നോക്കി. പക്ഷേ അച്ഛൻ ഓൾറെഡി മുണ്ടെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ മുണ്ടിന് പറ്റിയൊരു ഷർട്ട് നോക്കാൻ വേണ്ടി ഞങ്ങൾ കുറേ നോക്കി. പക്ഷേ ആ കളർ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അവിടെ എങ്ങും ആ ഒരു കളർ ഉണ്ടായിരുന്നില്ല. അവസാനം ഞങ്ങൾ വേറൊരു സെക്ഷനിൽ പോയിട്ട് കണ്ടുപിടിച്ചു. ഞാൻ മിററൊക്കെ കണ്ടപ്പോഴത്തേക്ക് ഞാൻ അവിടെ ചെന്ന് നിൽക്കുക കേട്ടോ. ഞാനിടയ്ക്ക് ഷർട്ടൊക്കെ നോക്കിയിട്ടും ഒന്നും ആ കളർ മാച്ച് ആവുന്നില്ല. ഞങ്ങൾ കുറേ നോക്കി, അവിടെ നിന്ന് സെയിൽസുകളും കുറേ നമ്മളെ ഹെൽപ്പ് ചെയ്തു. ഒരു ഷർട്ട് സെറ്റായിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. അപ്പോൾ ഇതിന് ശേഷം ഞാൻ വേറെ ഒന്നും ഷൂട്ട് ചെയ്തില്ല. നേരെ രാത്രിയായി ഞങ്ങൾ വീട്ടിൽ വന്ന് കയറി. ജസ്റ്റ് അവിടെ നിന്ന് കഴിച്ചിട്ട് നമ്മൾ നേരെ വീട്ടിലേക്ക് വന്നു. ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് എൻഗേജ്മെൻറ്റ് വ്ളോഗാണ്. അപ്പോൾ രാവിലെയാണ് പാറു എത്തിയത്. ആരതി തലേന്ന് തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഒരുപാട് പേരെ ഒന്നും വിളിച്ചിട്ടില്ലായിരുന്നു, ചെറിയൊരു ഫംഗ്ഷനായിരുന്നു. അപ്പോൾ അവൾ രാവിലെ ഒരു 6 മണിയായപ്പോൾ എത്തിയിട്ടോ. അപ്പോൾ ഞാൻ അമ്പലത്തിൽ പോകാൻ കുളിച്ച് റെഡിയായി നിൽക്കുമായിരുന്നു. കാരണം മഴ പെയ്യാതിരിക്കാൻ വേണ്ടി ഗണപതി ഒന്ന് കാണാൻ പോകണമായിരുന്നു എനിക്ക്. അപ്പോൾ ഇവർ വന്നപ്പോൾ അവരുമായിട്ട് കുറേ നേരം കത്തി വെച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ ഈ തലേന്ന് വരാത്തതിൻ്റെ കാര്യമൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇവരാരും അറിഞ്ഞില്ല ഈ ഫംഗ്ഷൻ ഇത്രയും വലുതായി എന്നുള്ള കാര്യം. ആദ്യം ഒരു ചെറിയ ഫംഗ്ഷനായിരുന്നു ഇത്. അത് വലുതായി ഒരു 250 പേരോളം വന്ന ഒരു ഫംഗ്ഷനായി മാറിയിട്ടോ. ചെറിയൊരു ഉറപ്പിക്കലാണ് നമ്മൾ തീരുമാനിച്ചത്. പിന്നെ അത് എൻഗേജ്മെൻറ്റായി മാറിയത് ഒരു 3 ദിവസത്തിനുള്ളിലാണ്. അപ്പോൾ എനിക്ക് ഏത് ചെയ്യണം എന്നറിയാത്തൊരിതിലായിപ്പോയി. നമ്മൾ ചെറുക്കനില്ലാത്തതുകൊണ്ടാണ് അങ്ങനെ ഒന്നും വലുതായിട്ട് ചെയ്യേണ്ടെന്ന് വിചാരിച്ചത്. പക്ഷെ പറഞ്ഞു ഇങ്ങനെയൊക്കെ ആയി. അങ്ങനെ ഗോകുല് പാറുവിൻ്റെ ഹസ്ബൻഡാണ്. അവരെല്ലാവരും കൂടി കസേരയൊക്കെ അറേഞ്ച് ചെയ്ത്. ഇതൊന്നും ഞാൻ പറഞ്ഞിട്ട് ചെയ്യുന്നൊന്നുമില്ല, ഇവർ തന്നെ എന്തൊക്കെയോ ചെയ്യണം. ഞാൻ തന്നെ ആലോചിക്കും ഇവർക്കൊക്കെ ഇത് എന്ത് പറ്റി എന്നുള്ളത്. പിന്നെ ഞാൻ വണ്ടി മാറ്റി വെക്കുകയാണ്. കാരണം രാവിലെ എല്ലാവരും വരുമ്പോൾ ഈ വണ്ടി നമുക്കിവിടെ വെക്കാൻ പറ്റില്ല. അപ്പം ഞങ്ങൾ ഇതെല്ലാം അപ്പുറത്തെ വീട്ടിലേക്ക് ഷിഫ്റ്റ് ചെയ്തു കേട്ടോ. എന്നിട്ട് ഞാൻ നേരെ പോവാണ്. ഞങ്ങൾ ഭയങ്കര കടുത്ത ചർച്ചയിലാണ്. എന്തൊക്കെയാ പറയുന്നതെന്ന് അറിയില്ല. ഞാൻ നോക്കട്ടെ, വോയിസ് എന്താണെന്ന് നോക്കിയിട്ട് ഞാൻ ഇതിൽ ഇടാം കേട്ടോ. ഇത് കാണുമ്പോൾ എല്ലാവരും വിചാരിക്കും ഞാൻ ഇവരെ കൊണ്ട് പറഞ്ഞ് ജോലി ചെയ്യിപ്പിക്കാൻ. സത്യം പറഞ്ഞാൽ ഇവർ അറിഞ്ഞ് എന്തൊക്കെയോ ചെയ്യണം. പക്ഷെ എനിക്ക് ഭയങ്കര സന്തോഷമായി. ഇതൊന്നും വേറെ ആരും ചെയ്യേണ്ടി വന്നില്ല, അവർ എന്നെ സെറ്റ് ചെയ്തു. പിന്നെ ഇവർ തമ്മിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇവർ ഡ്രസ്സൊന്നും എടുത്തില്ല. ഇത്രയും നല്ല വലിയ ഫംഗ്ഷൻ ആയിരുന്നുണ്ടെങ്കിൽ ഇവർ ഡ്രസ്സൊക്കെ എടുത്തതിന് തലേന്ന് ഒറ്റേ ബഹളമാണ്. എന്തിടണം എന്നൊക്കെ, ഡ്രസ്സ് എടുത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവസാനം കൈകളിലുള്ള ഏതൊക്കെ ഡ്രസ്സാണ് ഇട്ടത്. അത് ഞാൻ നേരെ അമ്പലത്തിൽ പോകാനായിട്ട് ഇറങ്ങി കേട്ടോ. 2 ദിവസമായിട്ട് ഭയങ്കര മഴയായിരുന്നു കേട്ടോ. അപ്പോൾ എൻഗേജ്മെൻ്റ് ഒന്ന് മഴ പെയ്യല്ലേ എന്നൊന്ന് റിക്വസ്റ്റ് ചെയ്യാൻ ഗണപതിയെ കണ്ട് തേങ്ങയൊക്കെ ഉടച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് ഞാൻ ഇറങ്ങുകയാണ് കേട്ടോ. വീടിന് അടുത്ത് തന്നെയുള്ളൊരു അമ്പലമാണ് കേട്ടോ. ഒരൊറ്റ വളവേ ഉള്ളൂ നമ്മുടെ വീട്ടിൽ നിന്ന്. അപ്പോൾ ഇതാണ് അമ്പലം, ഗണപതിയാണ് പ്രതിഷ്ഠ വരുന്നത്. അപ്പോൾ ഞാൻ ഇവിടെയും കൂടി എൻ്റെ ഞാൻ വർക്ക് ചെയ്യുന്ന സ്കൂളിനകത്തൊരു ഗണപതി അമ്പലമുണ്ട്. അപ്പോൾ അവിടെ ഓൾറെഡി ഞാൻ തലേന്ന് പോയിട്ട് തേങ്ങയൊക്കെ ഉടച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻഗേജ്മെൻ്റ് ഒന്ന് രാവിലെ ഞാൻ ഇവിടെയും ഒന്ന് ഗണപതി ഒന്ന് കണ്ട് പ്രാർത്ഥിച്ചേക്കാമെന്ന് വിചാരിച്ചിട്ട് വന്നതാട്ടോ. അങ്ങനെ ഞാൻ അവിടെ ചെന്നപ്പം അവിടെ തിരുവേനി അടിപൊളിയായിരുന്നു കേട്ടോ. പുള്ളി നന്നായിട്ട് ഈ തേങ്ങയൊക്കെ
ഇങ്ങനെ പ്രാർത്ഥിച്ച് ഒക്കെ തന്നിട്ടാണ് ഉടയ്ക്കാൻ പറഞ്ഞത്. അങ്ങനെ പ്രസാദമൊക്കെ വാങ്ങി ഇറങ്ങി. ഞാൻ ആരതിയും കൊണ്ടാട്ടോ പോയത് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഞാനിങ്ങനെ പറയുകയാണ്, തേങ്ങ ഉടഞ്ഞില്ലടി, ഉറപ്പൊന്നും തരാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞതായിരിക്കും എന്നൊക്കെ ഞാൻ ഇങ്ങനെ പറയുകയാണ്. നല്ല ടെൻഷനുണ്ട്. അത് കഴിഞ്ഞ് പാറുവിൻ്റെ ഹെയറൊക്കെ സെറ്റ് ചെയ്ത് തരികയാണ് വീട്ടിൽ വന്നപ്പോട്ടെ. ഹെയർ ഞാൻ രാവിലെ അമ്പലത്തിൽ പോകാൻ കുളിച്ചിട്ടുണ്ടായിരുന്നില്ല, അപ്പോൾ ഹെയറെല്ലാം ഒരുമാതിരി ഇരിക്കുകയാണ്. അപ്പോൾ അവളത് സെറ്റ് ചെയ്ത് തരാമെന്നും പറഞ്ഞിട്ട് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്തൊക്കെയോ കാണിച്ചു തരാണ് അവളുടെ കയ്യിലുള്ള സാധനങ്ങൾ, നമുക്ക് ഇതിടാന്നൊക്കെ പറയുകയാണ്. അത് കഴിഞ്ഞ് എനിക്ക് നെയിൽ പോളിഷ് ഇട്ട് തരണം. ഞാൻ തലേന്ന് നെയിൽ പോളിഷ് ഇട്ട് നല്ല കൊള്ളമാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അത് കണ്ടാൽ നിങ്ങൾ ഞെട്ടും. അത് കണ്ടാൽ എല്ലാവരും ചോദിച്ചു ഇതെന്താടി ചെയ്ത് വെച്ചിരിക്കുന്നതെന്ന്. എനിക്ക് നെയിൽ പോളിഷ് ഇടാൻ അറിയത്തില്ല കേട്ടോ. ഇവർക്ക് നന്നായിട്ട് അറിയാം. അവൾ അടിപൊളിയായിട്ട് ഇട്ട് തരും, പണ്ട് മുതലേ ഇട്ട് തരും. അത് കഴിഞ്ഞ് ഞങ്ങൾ കുറേ നേരം ലൈവൊക്കെ പോയി കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് ഇവർ റെഡി ആവുന്നുണ്ട്, ഇവർ ഹെയർ സെറ്റ് ചെയ്യുന്നുണ്ട്, കുറേ സംസാരിക്കുന്നുണ്ട്, ചായ കുടിക്കുന്നുണ്ട്. ഇതൊക്കെ രാവിലത്തെ 7 മണി 8 മണി ഇടയ്ക്ക് സമയത്ത് നടക്കുന്ന കേട്ടോ. ഇത് അതിൻ്റെ ഇടയ്ക്ക് ആരതി ഹെയർ സെറ്റ് ചെയ്യാണ്. അതിൻ്റെ ഇടയ്ക്ക് ഇത് ഗോകുലെടുത്ത വീഡിയോ ആട്ടോ. ഞങ്ങളവിടെ നെയിൽ പോളിഷൊക്കെ ഇട്ടിരിക്കുകയാണ്. കൊച്ചു വല്ലാത്ത ക്വാളിറ്റി. ഗുജറാത്തി ഫ്രണ്ട് ഉണ്ട്, പക്ഷെ അവള് ഇല്ല. അതിനിടയ്ക്ക് ഞങ്ങൾ ലൈവ് പോയിട്ടോ. പെട്ടെന്നാണ് ലൈവ് പോകാമെന്ന് വിചാരിച്ചത്. കാരണം വെച്ചാൽ എനിക്ക് സെറ്റ് സാരി ആയിരുന്നു. സെറ്റ് സാരി ഉടുപ്പിക്കാൻ, ഹെയർ ഒന്ന് സെറ്റ് ചെയ്യാൻ ഞാൻ ഒരു ചേച്ചി വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചേച്ചി ലേറ്റ് ആയപ്പോൾ ഞങ്ങൾ അവിടെ ഇരുന്ന് ലൈവ് പോകാമെന്ന് വിചാരിച്ചു. ഞാനത് ലൈവിൽ കാണിച്ചു കൊടുക്കാൻ തോന്നുന്നു. ഞാൻ നെയിൽ പോളിഷ് ഇട്ടിട്ടാണ് ഈ തലയിലൊക്കെ പിടിക്കുന്നത്. തലയിലൊക്കെ ആയോ എന്നൊക്കെ നോക്കുകയാണ് നെയിൽ പോളിഷ്. അങ്ങനെ എനിക്ക് ഹെയർ പിടിക്കാനും വയ്യ, നെയിൽ പോളിഷ് ഇട്ടുകൊണ്ട് കുറേ നേരം ലൈവിലിരുന്ന് കുറേ നേരം സംസാരിച്ചു. അപ്പോൾ ഒരുപാട് പേര് കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറച്ച് നേരം സംസാരിച്ചു. അത് ഇവരെയൊക്കെ ഞാൻ കാണിച്ചു കൊടുത്തു. ഇവരാരും ലൈവ് വന്നിട്ടില്ലല്ലോ, അപ്പോൾ ഇവരെയൊക്കെ കാണിച്ചു കൊടുത്ത്. ആരതി അതിൻ്റെ ഇടയ്ക്ക് ആരതിക്ക് തൊണ്ടവേദന ഉണ്ടായിരുന്നു. നമ്മളെ വീട്ടിൽ കിടന്നിട്ട് നല്ല തണുപ്പാണ് മുകളിൽ. അപ്പോൾ അവൾക്ക് പനിയൊക്കെ അടിച്ചു നോക്കാം. അടുത്ത ദിവസം ഒട്ടും വയ്യാതായിട്ടുണ്ടായിരുന്നു. എൻഗേജ്മെൻറ്റ് കഴിഞ്ഞ് അവൾക്ക് വയ്യാതായി. പാറുവാണ് എന്റെ ഹെയർ എടുത്തോണ്ട് വന്നായി ചെയ്ത് തരുന്നത്. ഞാനത് നീ ഇവിടെ എത്തിയപ്പോഴാണ് ഓർത്തത്. അത് വൈറ്റ് എന്റെ അത് ആദ്യമില്ലായിരുന്നു, എന്നെ ഉണ്ടായിരുന്നു. ഇവള് പറഞ്ഞില്ലേ വൈറ്റ് ഉണ്ടായിരുന്നു, കറക്റ്റ് വൈറ്റ് ഉണ്ടായിരുന്നു. ശരി, അറ്റ് ലാസ്റ്റ് ആ ചേച്ചി എത്തുക കേട്ടോ. അങ്ങനെ ഞങ്ങളുടെ സെറ്റ് മുണ്ടൊക്കെ കൊടുത്തോണ്ടിരിക്കുകയാണ്. എനിക്കാണെങ്കിൽ ഭയങ്കര വിശപ്പ്, ടെൻഷൻ അടിച്ചിട്ടാണോന്നും അറിയില്ല. പാരതി എനിക്ക് ഉപ്പുമാവായിരുന്നു കേട്ടോ. അപ്പോൾ അവളത് എനിക്ക് വാരിത്തരികയൊക്കെയാണ്. എൻ്റെ ഫേസ് കാണാൻ തന്നെ മനസ്സിലാവും. ഞാൻ ഭയങ്കര ടെൻസ്ഡ് ആയിരുന്നു. എനിക്ക് എന്തിനാ എത്ര ടെൻഷൻ എന്ന് എനിക്കറിയില്ല. എല്ലാം കൂടി ഇങ്ങനെ എടുത്തടിച്ചായിരുന്നു. നമ്മൾ ഉറപ്പിക്കണം എന്ന് എൻഗേജ്മെൻ്റ് ഇപ്പോൾ ഒരു ബുദ്ധിമുട്ടും അങ്ങനെയൊക്കെ. അങ്ങനെ ഹെയറൊക്കെ പിന്നെ ആ സെറ്റ് മുണ്ടൊക്കെ കൊടുത്തതിന് ശേഷം ഹെയറൊക്കെ ഒന്ന് സെറ്റ് ചെയ്തു കേട്ടോ. ഹെയറൊക്കെ ഒന്ന് ചേച്ചി ഒന്ന് പിടിച്ച് തന്നു, ക്രിമ്പൊക്കെ ചെയ്തു സെറ്റ് ചെയ്തു. അതിന് ശേഷം ഹെയർ സ്റ്റൈലും ഞാൻ സെറ്റും മുണ്ട് മാത്രമേ സെറ്റ് ചെയ്യിപ്പിച്ചുള്ളൂ. ഫേസ് ഫുള്ള് ഞാനാണ് ചെയ്തത്. ഫേസ് എനിക്ക് ഞാൻ തന്നെ ചെയ്യണമെന്നായിരുന്നു എനിക്കിഷ്ടം. അങ്ങനെ പാറു എന്നെക്കൊണ്ട് അതും ഇതൊക്കെ വാരി ഇടിപ്പിക്കുന്നുണ്ട്. ഞാനാണെങ്കിൽ തലേന്നേ ഒരു മാലയൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. അതാണെങ്കിൽ അത് കണ്ട കോമഡിയാണ്, അത് ഞാൻ നിങ്ങളെ കാണിക്കത്തില്ല. അപ്പോൾ അതൊക്കെ സെറ്റ് ചെയ്തതിന് ശേഷം ഞാൻ ചേച്ചിയോട് പറഞ്ഞു, ചേച്ചി എനിക്ക് ബാക്കിൽ കേൾ ചെയ്ത് മതി എന്ന് പറഞ്ഞു. അങ്ങനെ ചേച്ചി കേൾ ചെയ്ത് ആദ്യം നല്ല പഫി ആയിട്ടായിരുന്നു, അത് നല്ലതായിരുന്നു. പിന്നെ കേൾ ചെയ്ത് എന്തിനാണെന്ന് എനിക്കറിയത്തില്ല. ഞാനാണ് പറഞ്ഞത് ചേച്ചി എനിക്ക് കേൾ ചെയ്ത് വേണമെന്ന്. ഓരോരോ അഹങ്കാരങ്ങൾ അത്രയാണ്. അങ്ങനെ അതിൻ്റെ ഹെയറിൻ്റെ ഒരു വിധം എല്ലാം കഴിഞ്ഞു കേട്ടോ. അങ്ങനെ പിന്നെ മേക്കപ്പൊക്കെ മുന്നേ ചെയ്തു എന്ന് തോന്നുന്നു, എനിക്ക് ഓർമ്മയില്ല. അങ്ങനെ പിന്നെ ഫോട്ടോ സെക്ഷൻ ആയിരുന്നു. ഗൂഗിൾ അവിടെ ഇവിടെയൊക്കെ പിടിച്ച് നിർത്തി ഫോട്ടോ എടുപ്പിക്കുന്നുണ്ടായിരുന്നു. ഗൂഗിൾ അൻസിഫും കൂടി ആയിരുന്നു ഫോട്ടോയുടെ കാര്യങ്ങളൊക്കെ. അതിൻ്റെ ഇടയ്ക്ക് ഒരു 100 വട്ടം ഞാൻ കണ്ണാടി നോക്കാൻ പോയിട്ടുണ്ട് കേട്ടോ. അവിടെ ശരിയാവുന്നില്ല, ഇവിടെ ശരിയാവുന്നില്ല എന്നൊക്കെ പറഞ്ഞു. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ വെളിയിൽ താഴേക്കൊന്ന് പോയി. എനിക്ക് എൻ്റെ റൂമിൽ കണ്ണാടിയിലൊന്ന് നോക്കണം, അത് എല്ലാവർക്കും കാണാം അങ്ങനെ ഒരു സ്വഭാവം. അപ്പോൾ അവിടെ നിന്ന് നോക്കാനായിട്ട് പോയതായിട്ട്. അതിൻ്റെ ഇടയ്ക്ക് പിന്നെ ഗൂഗിൾ അവിടെ നിൽക്കി ഇവിടെ നിൽക്കുന്നൊക്കെ പറഞ്ഞിട്ട് എൻ്റെ ചെരുപ്പാണെങ്കിൽ തിന്നുന്നതാണ്. അവിടുത്തെ ടൈൽ നല്ലപോലെ തിന്നും. ടൈലല്ല, നമ്മുടെ ഗ്രാനൈറ്റ് നല്ലപോലെ തിന്നും. അപ്പോൾ എനിക്ക് അതിൻ്റെ പേടിയുണ്ട്. അവിടെ ഇവിടെ നിൽക്കാനൊക്കെ പറയുമ്പോൾ ഞാൻ പറയും ഞാനിവിടെ വീഴും. അതിൻ്റെ ഇടയ്ക്ക് താഴോട്ട് നോക്കുമ്പോൾ നല്ല ആൾക്കാർ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷൻ ആവുന്നുണ്ടായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് റോഷിനെ ഒന്ന് സർപ്രൈസ് ചെയ്യാമെന്ന് പറഞ്ഞ് വിളിച്ചതാണ്. പുള്ളിയാണെങ്കിൽ അവിടെ അവർക്ക് നൈറ്റാണ് കേട്ടോ, അവർക്ക് അവിടെ ഉറങ്ങുന്ന സമയമാണ്. അപ്പോൾ അവിടെ എല്ലാവരും ഉറങ്ങുന്ന പറഞ്ഞ് ലൈറ്റും ഇട്ടിട്ടില്ലായിരുന്നു. അപ്പോൾ
എനിക്ക് ആളെ കാണാനും പറ്റുന്നില്ല, എക്സ്പ്രഷൻ എടുക്കാമെന്ന് പറഞ്ഞ് ഞങ്ങൾ വീഡിയോ എടുത്തതാണ്. പക്ഷെ ഒന്നും നടന്നില്ല. അവസാനം കട്ട് ചെയ്തിട്ട് ആൾ റെഡി ആവാനായിട്ട് പോയിട്ടോ. പക്ഷെ അവിടെ നൈറ്റാണ്, നമ്മുടെ ഇവിടുത്തെ സമയമല്ല, വ്യത്യാസമുണ്ട്. ആൾ ഇറ്റലിയിലാണ്. അപ്പോൾ ഫോട്ടോ സെക്ഷനും കാര്യങ്ങളും ഒക്കെയാണ് കേട്ടോ. അങ്ങനെ ഓരോരുത്തരും നമ്മുടെ റിലേറ്റീവ്സൊക്കെ വന്നു തുടങ്ങിയപ്പോൾ എനിക്ക് 9:30-10 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. 11 മണി കഴിഞ്ഞായിരുന്നു ഫംഗ്ഷൻ. അപ്പോൾ ഇതിൻ്റെ ചേച്ചി മിക്കവർക്കും അറിയാമെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ചേച്ചി ഒന്ന് സെൽഫിയൊക്കെ എടുത്തു. അവരുമായിട്ട് അല്ലാതെ നന്ദുചേട്ടനൊക്കെ പിന്നെ വന്നിട്ടാണ് ഫോട്ടോസൊക്കെ എടുത്തത് കേട്ടോ. ഞങ്ങൾ കുറേ നേരം സെൽഫിയൊക്കെ എടുത്തു. ബാക്കിൽ നിൽക്കുന്ന എൻ്റെ കുഞ്ഞമ്മയുടെ 2 മക്കളുമാണ്. പിന്നെ ആ ഒരു കുട്ടി കുഞ്ഞമ്മയുടെ ഹസ്ബൻഡിൻ്റെ അനിയൻ്റെ മോനാണ് കേട്ടോ. അപ്പോൾ അവരെല്ലാവരും ഫോട്ടോ ഒക്കെ എടുക്കാനായിട്ട് നിൽക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ സെൽഫി എടുത്തിട്ട് എത്രയും ശരിയാവുന്നില്ല. നല്ലത് നോക്കി ഞങ്ങളിങ്ങനെ എടുക്കുകയാണ്. ഈ സെൽഫി എവിടെയോ ഉണ്ട്, എൻ്റെ കയ്യിൽ ഉണ്ടെന്ന് തോന്നുന്നു. പിന്നെ ഞാൻ ഗോകുലിനെയും പാറുവിനെയും പിടിച്ചെടുത്തിട്ടോ. ഗോകുലാണ് ഈ ഫോട്ടോസ് എല്ലാം എടുത്തത്. അപ്പോൾ ഞാൻ ഗോകുലിനെയും പാറുവിനെയും പിടിച്ചെടുത്തി. പിന്നെ നിങ്ങളുടെ ഷോർട്സ് എല്ലാം എടുത്തത് അൻസിഫാണ്. കുറേ ഷോർട്സ് എടുത്തത്. അപ്പോൾ താഴെ ഓരോരുത്തർ വരുന്നുണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കര ടെൻഷൻ. എനിക്കറിയില്ല ഞാൻ എന്തിനാണ് ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നതെന്ന്. അങ്ങനെ റോഷിനെ വിളിച്ചൊരു രംഗമാണ് നിങ്ങളീ കാണാൻ പോകുന്നത്. ഈ മാല പാറുന്റെ പാണ്ടിമാല മാറ്റിയേ, പാണ്ടിമാലയും പാണ്ടിക്കമ്മലും മാറ്റി. ശരി ബൈ. കഴിഞ്ഞില്ല, അത് വന്നു തുടങ്ങിയില്ല. ആ ശരി. എടാ ഇല്ല, മറ്റേ എക്സ്പ്രഷൻ ഒക്കെ കൊടുങ്ങനെ കാണുമ്പോൾ എക്സ്പ്രഷൻ വീഡിയോ വ്ലോഗ് എടുത്തോട്ടെ. ഞങ്ങൾ കോളൊക്കെ ചെയ്ത് താഴേക്ക് ഇറങ്ങി വരികയാണ്. അപ്പോൾ എനിക്കൊരുമാതിരി ചമ്മലൊക്കെ ഉണ്ട്. എല്ലാവരെയും കാണുന്നതിൻ്റെ ഫീസ് ചെയ്യുന്നതിൻ്റെയൊക്കെ ഒരു ബുദ്ധിമുട്ടുണ്ട്. അവിടെ അവർ ഇറ്റലിയിലിരുന്ന് എല്ലാവരും കൂടെ ഗൂഗിൾ മീറ്റ് ചെയ്യുന്നതിൻ്റെയും ഒക്കെ ലൈവായിട്ട് എൻഗേജ്മെൻറ്റ് കാണുന്നതിൻ്റെ തിരക്കിലാണ്. അതൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ പരിപാടിയൊക്കെ സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് അവരൊക്കെ വന്നു. അതിൻ്റെ വീഡിയോ ഒന്നും കിട്ടിയില്ല. ഈ ഒരു വീഡിയോയും ലൈറ്റിംഗ് ഒന്നും ശരിയല്ലാത്തതുകൊണ്ട് അവർക്കൊന്നും എടുക്കാൻ പറ്റില്ല കേട്ടോ. എല്ലാ ഷോർട്സ് ആയിട്ട് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അൻസിഫാണ് ഷോർട്സ് എടുത്തത്. അപ്പോൾ ആ ഒരു റേഷ്യയിലാണ് നമ്മളെ കിടക്കുന്നത്. അതിനുശേഷം ഞങ്ങളെല്ലാവരും മുകളിലേക്ക് വന്നിട്ട് ഫോട്ടോ ഒക്കെ എടുത്ത്. ഇതാണ് ആളുടെ അച്ഛൻ, അമ്മ, ചേച്ചിയുടെ ഹസ്ബൻഡ്, ഇനി ഒരു അനീറ്റയുടെ ഹസ്ബൻഡ് ഉണ്ട്. അവരിവിടെ ഇല്ല കേട്ടോ. അത് കഴിഞ്ഞ് ഞങ്ങൾ ലവ് സ്റ്റോറിയുടെ കാര്യമൊക്കെ ഇങ്ങനെ പറയണം. ഞങ്ങൾ ലവ് സ്റ്റോറിയുടെ കാര്യമൊക്കെ ഇവളിങ്ങനെ പണ്ടത്തെ കാര്യങ്ങളും വീട്ടിലറിഞ്ഞതും ഒക്കെ അവൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അത്രേ ഉള്ളൂ കേട്ടോ. നമ്മൾ ഫുഡൊക്കെ കഴിച്ച് അതൊന്നും എടുക്കാൻ പറ്റില്ല. അതിന് ശേഷം വൈകിട്ട് തന്നെ ചെക്കൻ്റെ വീട്ടിലേക്ക് പോകുന്നൊരു പരിപാടി ഉണ്ടായിരുന്നു. കുഞ്ഞമ്മയും ചിറ്റപ്പനുമാണ് ഇത് അമ്മയുടെ. അപ്പോൾ അവർ ഫോട്ടോ എടുക്കാമെന്നും പറഞ്ഞ് നിന്ന് തന്നതാണ് എനിക്ക്. അങ്ങനെ ഇവരെല്ലാവരും കൂടെ ചെക്കൻ്റെ വീട്ടിലേക്ക് പോകാൻ നിൽക്കുകയാണ്. നമ്മുടെ ഇവിടുത്തെ ഫംഗ്ഷനെല്ലാം ഏകദേശം ഒരു 2:30 ആയപ്പോഴത്തേക്ക് കഴിഞ്ഞു. ഇവരൊരു 4 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് രാഹുകാലായിരുന്നു 4:30 കഴിഞ്ഞെന്തോ. അപ്പോൾ അതിന് മുന്നേ ഇവരെല്ലാവരും ഇറങ്ങിയായിരുന്നു അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട്. ഇതാദ്യം ഉറപ്പിക്കലായതുകൊണ്ടാണ് നമ്മൾ വൈകിട്ട് ഇങ്ങനെ ഒരു ചടങ്ങ് വെച്ചത്. പിന്നാണല്ലോ ഇത് എൻഗേജ്മെൻറ്റായി മാറിയത്. അപ്പോൾ ഇവരാരും ചെക്കൻ്റെ വീട് കാണാത്തത് കൊണ്ട് എല്ലാവരും കൂടെ അങ്ങോട്ട് പോയി. അത് കഴിഞ്ഞ് എനിക്ക് എൻഗേജ്മെൻറ്റ് അവരൊരു ഹാമ്പർ തന്നിട്ടുണ്ട്. അപ്പോൾ ഇവരെല്ലാം പോയ സമയം നോക്കി ഞങ്ങളിത് പൊട്ടിക്കാമെന്ന് വിചാരിച്ചിട്ട് അതെടുത്തുകൊണ്ട് വന്നു കേട്ടോ. അങ്ങനെ അത് ഞാൻ പറഞ്ഞ വീഡിയോ എടുക്കാം. പിന്നെ ഗോകുൽ വീഡിയോയിൽ വരാതിരിക്കാൻ വേണ്ടിയിട്ട് തലകുനിച്ചൊക്കെ ഇരിക്കുകയാണ്. അപ്പോൾ ഇതിൽ കുറച്ച് സർപ്രൈസ് ഉണ്ടായതുകൊണ്ടാണ് ഇവർ വീഡിയോ എടുക്കാം യൂട്യൂബിൽ ഇടാന്നൊക്കെ പറഞ്ഞ് എന്നെ കൊണ്ട് പൊട്ടിക്കുന്നത്. പയ്യെ ഡ്രസ്സാണോ? അല്ലാതെ വേറെ ഇതൊന്നും കഴിയുന്നു. അങ്ങനെ ഇതൊക്കെ സെറ്റ് ചെയ്തത് ആരതിയുടെ ഹെൽപ്പും കൂടി കൊണ്ടാണ് കേട്ടോ. ആരതിയാണ് മെറ്റീരിയലൊക്കെ എടുത്തത്. അവൾക്ക് എൻ്റെ ഫേവറേറ്റ് കളറൊക്കെ ഭയങ്കര ഇതായിട്ട് അറിയാം. അപ്പോൾ എനിക്ക് കളർ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അവൾ അതൊക്കെ നോക്കിയിട്ട് എടുത്തതാണ്. പിന്നെ അതിൻ്റെ അടിയിൽ ഇതൊക്കെ ഉണ്ടെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. അപ്പോൾ എനിക്ക് നോക്കി വന്നപ്പോൾ എനിക്ക് മനസ്സിലായി ഇതിൻ്റെ അടിയിൽ എന്തോ ഉണ്ടെന്ന്. അങ്ങനെ ഇതൊരു ഫ്രെയിമായിരുന്നു കേട്ടോ. ഞങ്ങളുടെ ഫേവറേറ്റ് ഒരു പിക്കാണ്. അത് ഫ്രെയിം ചെയ്തതാണ്.
നന്ദു ആദ്യം ചോദിക്കുന്നതാണ് എനിക്ക് തരാൻ എന്തായി വർക്ക് നേരെ പിടിയിടിയത് ഷേക്കിയാതെ. ഞാൻ അതിൽ ക്ലീശ ഫോട്ടോ പറയാൻ കാര്യമുണ്ട്. ഞങ്ങളുടെ എല്ലാത്തിലും ഈ ഫോട്ടോ ആണ്. ഞങ്ങളുടെ വാൾപേപ്പർ ഇതാണ് എന്ന് വെച്ചാൽ DP അല്ല, ഞങ്ങളുടെ വാൾപേപ്പർ. അങ്ങനെ ഇങ്ങനെ എല്ലാത്തിനും ഞങ്ങൾ ഈ ഫോട്ടോ ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് ആ ഫോട്ടോ അപ്പോൾ എല്ലായിടത്തും ഈ ഫോട്ടോ ആണ്. അങ്ങനെ പക്ഷേ എനിക്ക് ഫോട്ടോ ഉണ്ടാകുമ്പോൾ പെട്ടെന്ന് ഒരു വിഷമം വന്ന ആൾക്ക് ഇല്ലല്ലോ എൻഗേജ്മെൻറ്റ്, അങ്ങനെ ഒരു ഇത് എനിക്ക് വന്നു. കുഴപ്പമില്ല, അല്ല ഇപ്പം എന്ത് ചെയ്യാനാണ്, എനിക്ക് എൻഗേജ്മെൻ്റ് ഒന്നും വേണമെന്ന് താല്പര്യമില്ലായിരുന്നു കേട്ടോ. എനിക്ക് ഉറപ്പിക്കില്ല, അത് ചെറിയൊരു ഫംഗ്ഷൻ, എനിക്ക് ആളുള്ളപ്പോൾ അങ്ങനത്തെ ഫംഗ്ഷനൊക്കെ മതി എന്നുള്ളൊരു താല്പര്യമില്ല. അല്ലെങ്കിൽ എനിക്ക് എൻഗേജ്മെൻറ്റിനോട് വലിയ താല്പര്യമില്ല. അത് ഞാൻ വീട്ടിലെപ്പോഴും പറയുന്നതാണ്. അതിൻ്റെ ഇടയ്ക്ക് അതിലൊരു സിൽക്ക് ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഫസ്റ്റ് ടൈമാണ് ഞാൻ ഈ സാധനം കഴിക്കുന്നത്. ഞാനിത് ആഡിലും അല്ലാതെയൊക്കെ കണ്ടിട്ടുള്ള എൻ്റെ കയ്യിൽ ആദ്യമായിട്ട് കിട്ടുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഇതെനിക്കുണ്ടായിരുന്നു, അത് പൊട്ടിച്ച് നോക്കാനും ഒക്കെ. അപ്പോൾ ആ ഹേർട്ട് ബ്രേക്ക് ചെയ്യാതെ ചെയ്യണമെന്ന് ഇവരൊരു ചലഞ്ച് പറഞ്ഞു. അപ്പോൾ ഞാനത് ശ്രമിക്കുകയാണ് കേട്ടോ. പക്ഷെ അത് ഹേർട്ട് ബ്രേക്ക് ചെയ്യാതെ വന്നു. പക്ഷേ ആ സിൽക്ക് ഒടിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ കാണാൻ പറ്റും, ഞാൻ പിടിച്ചിരിക്കുകയാണ്. പക്ഷേ ഹേർട്ട് ബ്രേക്ക് ആയില്ല. കുഴപ്പമില്ല, ഇല്ലല്ലോ, കിട്ടിയല്ലോ. അങ്ങനെ ഇല്ല, എന്നാലും നീ ഹാർട്ട് കഴിക്കണം. ഹാർട്ട് കഴി ഹാർട്ട് ഇവരെല്ലാരും പോവുക. ഫംഗ്ഷനൊക്കെ കഴിഞ്ഞ് എല്ലാവരും വീട്ടിൽ പോയി. ഇനി കുറച്ച് നേരമേ ഉള്ളൂ. എല്ലാവരും ചെക്കിൻ്റെ വീട്ടിലൊക്കെ പോയിട്ട് വന്നു. ഗോകുല അടിച്ചിപ്പ് ആരതിയൊക്കെ പോവാ. കാണിക്കും എല്ലാവരും പോവുക. ഇനി നിന്നെ കാണിക്കണ്ടേ ഗൈസ്? ആരതിയും പോവുക. ടാറ്റാ. ഓക്കെ. അങ്ങനെ ഞങ്ങളുടെ ഫംഗ്ഷനൊക്കെ ഹാപ്പി ആയിട്ട് കഴിഞ്ഞു കേട്ടോ. ചെക്കൻ്റെ വീട്ടിൽ പോയിട്ട് വന്നിട്ട് എല്ലാവരും ഹാപ്പി ആയിരുന്നു. ഭയങ്കര സന്തോഷമുള്ള ദിവസമായിരുന്നു. പക്ഷേ എനിക്ക് ഇവരൊക്കെ പോകാൻ തന്നെ ഭയങ്കര വിഷമമായിരുന്നു കേട്ടോ. അപ്പോൾ അടുത്തൊരു